നറൂട്ടോ അനിമെ കണ്ട ഫാൻസ് എല്ലാവർക്കും അറിയാം, നറൂട്ടോ ഒരു ഫൈറ്റ് ആൻഡ് ആക്ഷൻ അനിമെ മാത്രമല്ല, എമോഷൻ ആയിട്ട് നമ്മൾ കുറെ സീൻ കണക്ട് ചെയ്യും, അതേപോലെ കുറെ സീനിൽ നമ്മളെ കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈഫിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കുറെ ലൈഫ് ലെസൺസും നറൂട്ടോ അനിമയിലുണ്ട്. നറൂട്ടോ കണ്ടതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യാം, ഇതെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഫ്രണ്ട്ഷിപ്പിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അനിമയാണ് നറൂട്ടോ. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഏത് എക്സ്ട്രീം ലെവലിലും പോകുന്നുള്ള 5 ക്യാരക്ടേഴ്സിനെ ആരൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്പർ 5 ഗാറ നറൂട്ടോ. അക്കാട്സുക്കി മെമ്പർ ആണെങ്കിൽ ഗാറാനെ ഡിഫീറ്റ് ചെയ്ത് അതിനുശേഷം ബോഡിയിലുള്ള ജിഞ്ചുറിക്കിനെ കൊണ്ടുപോകും. അവിടെ വെച്ച് തന്നെ ഗാര മരിക്കും. ഇതറിഞ്ഞ നറൂട്ടോ ആണെങ്കിൽ ഒന്നും തന്നെ ആലോചിക്കാതെ ഗാറേനെ തിരിച്ച് ജീവനോട് കൊണ്ടുവരാൻ ഏത് എക്സ്ട്രീം ലെവൽ വരെയും പോകും. പിന്നീട് ഗാറേനെ തിരിച്ച് ലൈഫിലോട്ടും കൊണ്ടുവരും. നമ്പർ 4 ഷിസൂയ ആൻഡ് ഇറ്റാച്ചി. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഒരു പോയിന്റിൽ ഷിസൂയ ആണെങ്കിൽ ഇറ്റാച്ചിനെ ട്രസ്റ്റ് ചെയ്ത് തന്റെ ഡെസ്റ്റിനി എന്നെ ഏൽപ്പിച്ചിട്ട് മരിച്ചു പോകും. നമ്പർ 3 ഒബീറ്റോ ആൻഡ് കക്കാശി. ഒബീറ്റോ ആണെങ്കിൽ ഒരു വട്ടമല്ല 2 വട്ടം കക്കാശിനെ സേവ് ചെയ്യാൻ വേണ്ടി തന്റെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്യും. നമ്പർ 2 യാഹിക്കോ ആൻഡ് നാഗറ്റോ. നാഗറ്റോയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ലോകത്ത് നടക്കുന്ന വാറെല്ലാം തന്നെ ഒഴിവാക്കി ഫുൾ ആൻഡ് ഫുൾ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വേൾഡ് കൊണ്ടുവരണമെന്ന്. പക്ഷെ ഒരു പോയിന്റിലാണെങ്കിൽ നാഗറ്റോയ്ക്ക് തന്റെ ഫ്രണ്ട്ഷിപ്പ് ആണോ ഡ്രീം ആണോ വലുതെന്ന് വന്നപ്പോൾ തന്റെ ഡ്രീം തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഫൈനലി നമ്പർ 1 നറൂട്ടോ ആൻഡ് സാസ്കെ. നറൂട്ടോ ആണെങ്കിൽ സാസ്കേനെ തെറ്റായിട്ടുള്ള പാതയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നറൂട്ടോ അവസാനം വരെ കൂടെ നിന്ന് സാസ്കയുടെ മനസ്സ് മാറ്റിയിട്ടുണ്ടാവും.